16-ാം തീയതി ഒരു കാര്യം, ബീഹാറിലും രാജ്യത്ത് മുഴുവൻ വോട്ട് ചെയ്യാൻ പോയത് ഇതൊക്കെ കണ്ടിട്ടാ. ബീഹാറിൽ CPM 3 സീറ്റ് പിടിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങളും റഹീമുമായിട്ടുള്ളൊരു നേർക്കുനേർ നിങ്ങളിപ്പോ 7:30 മണിക്ക് തുടങ്ങിയ ചർച്ച അവസരമാണോ? ഇതിനകത്ത് ഒരു സാമാന്യ മര്യാദ ഇല്ലേ? ഒരു സാമാന്യ മര്യാദ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലല്ല, ഞാൻ വേണേ മിണ്ടാതിരിക്കാൻ. അല്ലല്ല, ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. നിങ്ങൾ റഹീമുമായിട്ടുള്ള ഒരു വാദപ്രതിവാദം നടത്തിക്കോ. എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ മര്യാദകേട് കാണിക്കുന്നതിന് മര്യാദ വേണമല്ലോ. നിങ്ങൾ മര്യാദകേട് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അതിനൊരു മര്യാദ വേണ്ടേ? പറയുന്നതൊക്കെ മര്യാദകേട് കാണിക്കുന്നതിന് മര്യാദയുണ്ട്. അതിന്റെ സീമ നിങ്ങൾ ലംഘിച്ചു. എന്നെ അവിടെ വിളിച്ചിരുത്തി ഒരു നോക്കുകൃത്തിയായിട്ട് നിങ്ങളും റഹീമുമായിട്ടുള്ള കുത്തി അവിടെ നടക്കുന്നേ. ഈ റഹീം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതപരമായ കാര്യമുണ്ടോ? ഇനി കേരളം ഭരിക്കാൻ 4-5 മാസേ ബാക്കിയുള്ളൂ. ഇവിടെ ഈ ഗവൺമെന്റ് എങ്ങനെ അധികാരത്തിൽ വന്നു? സോളാർ സമരത്തിന്റെ പേരിലല്ലേ അധികാരത്തിൽ വന്നേ? ബാർകോഴയുടെ പേരിലല്ലേ അധികാരത്തിൽ വന്നേ? KM മാണിയുടെ നോട്ട് എണ്ണുന്ന മെഷീന്റെ പേരിലല്ലേ അധികാരത്തിൽ വന്നേ? അവിടെ കൊണ്ട് കൈക്കൂലി കൊടുത്തതിന്റെ പേരിലേ അധികാരത്തിൽ വന്നേ? ഇപ്പോ അധികാരം വിട്ടൊഴിയാൻ 4 മാസം ഉള്ളപ്പോഴാണോ അന്വേഷണം ആരംഭിക്കേണ്ടത്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യണ്ടേ? അപ്പോ ഇപ്പോ KM മാണിയുടെ വീട്ടിലിരുന്ന നോട്ടെന്ന് എന്തെടുത്ത് AKG സെന്ററിൽ കൊണ്ട് വെച്ചല്ലോ. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറഞ്ഞത് അധികാരം കിട്ടിയാൽ ഉടൻ ഉമ്മൻചാണ്ടിയെ കയ്യാൻ വയ്ക്കണം, അന്വേഷണം നടത്തണം. ഇനിയിപ്പോ 4 മാസേ ബാക്കിയോ. ഇനി അവർ പറയുന്ന ഏത് കുഞ്ഞാ വിശ്വസിക്കാൻ പോകുന്നേ? എന്ത് അറസ്റ്റ്, എന്ത് അന്വേഷണം? അതൊക്കെ കൈ വെച്ചാ മതി. അതൊക്കെ പോയി. നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ KM മാണി, ആ KM മാണിയുടെ മകൻ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? വേണമെങ്കിൽ അതിന്റെ വിഷ്വൽ ഇട്ട് കാണിച്ചു തരാം. പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു 4 ദിവസമായി തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം ആഹാരം കഴിക്കുന്നില്ല. എന്താ കാര്യം? എന്നെക്കാൾ തൊലിക്കട്ടിയുള്ള ഒരു ജീവി വന്നു. ഇപ്പോ കാണ്ടാമൃഗം 2 ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ട് കഴിക്കുന്നില്ല. ആ കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ള 2 എണ്ണം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. അന്ന് ഒരെണ്ണേ ഉള്ളൂ KM മാണി. ഇപ്പൊ 2 കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ള 2 ജീവി. എന്നിട്ട് മിണ്ടുന്നോ? അതിപ്പോ ഞങ്ങളാരും പറഞ്ഞല്ലോ കാണ്ടാമൃഗം എന്ന്. കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത്. കാണ്ടാമൃഗം 2 ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല. കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ള KM മാണി. ആ KM മാണിയുടെ മോനാണ് ഇപ്പൊ ഇവര് ചോദിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നതിനൊക്കെ പുല്ലിന്റെ വിലയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നതിന് മറുപടി അദ്ദേഹം പറയും. നിങ്ങളത് ആങ്കർ ചെയ്താൽ മതി. നിങ്ങൾ ആങ്കർ ചെയ്താൽ മതി. എന്റെ മറുപടി റഹീം പറയട്ടെ. ഇതിനെ നിങ്ങൾ പറയുന്നത് എന്തിനാ? എന്നാ പിന്നെ ഞാൻ ഇവിടെ വരാം, ഞാൻ ആങ്കർ ചെയ്യാം, നിങ്ങൾ ഇവിടെ വന്നിരിക്കെ. റഹീം നിങ്ങളിവിടെ എന്നെ ചോദ്യം ചെയ്യേ. ഞാൻ പറയട്ടെ. ഇവിടെ പറഞ്ഞല്ലോ എന്താ ഇവിടെ ED ഇപ്പൊ ആരെങ്കിലും ഉപദ്രവിക്കുന്നോ? ശിവശങ്കരനെ കൊണ്ടുപോയി 2 ഇടി കൊടുത്താൽ, അവിടെ കുനിച്ചു നിർത്തി നടുവിന് 2 കൊടുത്താൽ അപ്പൊ പറയത്തില്ലേ? പക്ഷേ 24 മണിക്കൂർ കൂടുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നു. ഇന്ന് വരെ അയാളെ തൊട്ടിട്ടില്ല. പിന്നെ അയാളുടെ വായിൽ നിന്ന് ഈ മൊഴിമുത്ത് വരണ്ടേ? വരാൻ വേണ്ടി ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നു. ഇപ്പൊ കാര്യങ്ങൾ കെട്ടി വരുന്നു. ഇതുവരെ നമ്മളെല്ലാം പറഞ്ഞ സ്വപ്നയാണ് ഈ കുഴപ്പക്കാരിയെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. സ്വപ്നയല്ല യഥാർത്ഥ ബോസ്. ഇപ്പൊ ആരാണ്? ഇപ്പൊ ശിവശങ്കർ, അയാളകത്ത് പോയി. ഇനി ഒരാള് കോവിഡ് ബാധിച്ച് കിടപ്പുണ്ട്, CM രവീന്ദ്രൻ. അയാളെ ചോദ്യം ചെയ്യുമ്പോ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വരും. അപ്പൊ അയാളുടെ ബോസ് ആരാ? അപ്പൊ അയാൾ പറയുമ്പോ ബോസ് പുറത്തു വരും. അങ്ങനെ ഓരോരോ ബോസുമാർ പുറത്തു വരട്ടെ. ഇവിടെ ഓരോ അന്വേഷണ ഏജൻസിക്ക് ഓരോ അധികാരമുണ്ടെന്ന് റഹീം പറഞ്ഞു. ശരി, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 50 അനുസരിച്ചിട്ടാണ് ഇവിടെ ED ഒരിടത്ത് റെയ്ഡ് ചെയ്യാൻ ചെല്ലുന്നത്. റെയ്ഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, റെയ്ഡ് ചെയ്യാൻ വീട് തുറന്നു കൊടുക്കാൻ താക്കോൽ ആവശ്യപ്പെടും. കൊണ്ടുപോയി തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തില്ലെങ്കിൽ ചവിട്ടി പൊളിച്ച് അധികാരത്തിൽ കയറാം. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ വിളിച്ച് ഞങ്ങൾ റെയ്ഡ് ചെയ്യാൻ വരുന്നു. വിനീഷ് കോടിയേരിയുടെ വീട് തുറന്നു തരാൻ പറഞ്ഞു. വിനീഷ് കോടിയേരിയുടെ ഭാര്യയും കുഞ്ഞുമായിട്ട് അവിടെ പോയി. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോയേ? അപ്പൂപ്പൻ കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ഇല്ലേ? അമ്മുമ്മ വിനോദിനി ബാലകൃഷ്ണൻ അവിടെ ഇല്ലേ? അവരുടെ കുഞ്ഞമ്മുമ്മ ലില്ലി അവിടെ ഇല്ലേ? ഈ കുട്ടി അമ്മ അവിടെ ഇല്ലേ? 2 വയസ്സായ കുട്ടിയെയും 5 വയസ്സായ കുട്ടിയെയും കൊണ്ട് അവിടെ പോകേണ്ട കാര്യമുണ്ടോ? ഇനി EDയുടെ നിയമത്തെക്കുറിച്ച് റഹീമിന് അറിയാമെങ്കിൽ ഞാൻ പറയാം. ED എവിടെങ്കിലും റെയ്ഡ് ചെയ്യുമ്പോൾ ആരൊക്കെ വീട്ടിലകത്തുണ്ടോ
അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം, കിടക്കാനുള്ള സൗകര്യം കൊടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ റെയ്ഡ് തീരുന്നത് വരെ ആ വീട്ടിനകത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും പുറത്തു പോകാനാവില്ല എന്നുള്ളത് ചട്ടമാണ്. ആ ചട്ടം റഹീമിന് അറിയില്ലെങ്കിൽ ആ ചട്ടം പരിശോധിച്ച് നോക്ക്. അതുപോലെ ഇ ഡി പറയുന്നുണ്ട്, സെക്ഷൻ 8 സ്വത്ത് കണ്ടുകെട്ടാം, സെക്ഷൻ 17 സ്വത്ത് പിടിച്ചെടുക്കാം, സെക്ഷൻ 18 അറസ്റ്റ് ചെയ്യാം, സെക്ഷൻ 50 2 സാക്ഷികളെ കൊണ്ട് ഒപ്പിടണം. മാന്യന്മാർ, സാക്ഷികളില്ലെങ്കിൽ പോലീസ് ഒപ്പിട്ടാൽ മതി. അതുമില്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടുണ്ട്, തൊണ്ടി കണ്ടെടുത്താൽ ഒരൊപ്പും വേണ്ട. ഒപ്പിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ ആ വീട്ടിൽ തുടരാം എന്നുള്ളത് ഏത് ചട്ടമാണ്? ഞാൻ ചോദിക്കട്ടെ, അവരെ എന്ത് അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ അയച്ചത്? അല്ല ശരി, ഒപ്പിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ ആ വീട്ടിൽ തുടരാം എന്നുള്ളത് ഏത് ചട്ടമാണ്? ഏത് ചട്ടമാണ് 24 മണിക്കൂർ അവിടെ തുടരാം? നിങ്ങൾ ഇ ഡിയുടെ അധികാരം, സിവിൽ റൈറ്റ്സ് ഉള്ള സിവിൽ കോടതിയുടെ അധികാരമുള്ള ഏക അന്വേഷണ ഏജൻസി ഈ പറയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ഒപ്പിട്ടില്ലെന്ന് കോടതിയിൽ പറയാം, അല്ലാതെ 24 മണിക്കൂർ അവിടെ നിന്ന് ഒപ്പിട്ടിട്ടേ ഇറങ്ങൂ എന്ന് ചടിക്കാനുള്ള ഇ ഡിയുടെ അവകാശം ഏത് ചട്ടമാണെന്ന് അറിയുമോ? കുറ്റവാളിയുടെ ഭാര്യ പറയുന്നതാണോ നിങ്ങൾക്ക് വേദവാക്യം? അതാണോ വേദവാക്യം? 24 മണിക്കൂർ അവിടെ തുടർന്നു നമ്മൾ കണ്ടതല്ലേ? അതായത് കോടാനുകോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച ഒരു കുറ്റവാളിയുടെ ഭാര്യ അവര് പറയുന്ന നിങ്ങൾക്ക് വേദവാക്യം? അവര് പ്രതിയല്ലല്ലോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവരുടെ അമ്മായിമ്മ പ്രതിയല്ലല്ലോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവർ പ്രതിയുടെ ബന്ധുക്കൾ മാത്രമാണല്ലോ. അവര് 24 മണിക്കൂർ ആ വീട്ടിൽ തടഞ്ഞു വെക്കുന്നത് ഏത് ചട്ടപ്രകാരമാണ്? പറഞ്ഞല്ലോ, കാറിനകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് കത്തിച്ച് കളയില്ലേ? എന്നോടാണ് പറഞ്ഞത്. ശരി, അതെന്നോടാണ് പറഞ്ഞത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് ചട്ടപ്രകാരമാണ് മഹസറിൽ ഒപ്പിടും വരെ അവിടെ തുടരും എന്ന് ഇ ഡി തീരും? അങ്ങ് ചട്ടം പറഞ്ഞല്ലോ, ഏത് ചട്ടമാണത് നിങ്ങൾക്ക് അറിയുമോ? ഞാൻ പറയട്ടെ, നമുക്കിപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ അമ്മാവിയമ്മ വിടാം, അവരെന്തിനാ നമ്മൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് പക്ഷേ അങ്ങനെ ഇ ഡി പറയുന്ന കണ്ടെടുക്കുന്ന തൊണ്ടിക്കകത്ത് ഒപ്പിടണമെന്ന് ഒരു നിയമവുമില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ തെളിയിക്കാം. നിയമമില്ല, അങ്ങനെ ഒപ്പിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ അവിടെ തുടരാം, ഒപ്പിട്ടിട്ടേ നിൽക്കൂ, ഒപ്പിട്ടിട്ടേ നിറങ്ങൂ എന്ന് പറയാനുള്ള ഏത് ചട്ടമാണ്? അടുത്ത പറയട്ടെ, ഇദ്ദേഹം പറഞ്ഞല്ലോ ഇന്ന് ഇന്ത്യക്കകത്ത് മെനഞ്ഞാന്ന് ഞങ്ങൾ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് പങ്കെടുത്തു. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ ഭക്ഷ്യധാന്യങ്ങൾ കെട്ടിക്കിടന്ന് ചീഞ്ഞു പോന്നു. ഇവിടെ COVID-19 വന്നു. 35 കിലോ അരി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ പറഞ്ഞു. ഇതാരുടെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 35 കിലോ അരി അല്ലെ കേരള ഗവൺമെന്റ് കൊടുത്ത ഒരു കാർഡ് ഒന്നൊക്കെ 5 കിലോ അരി, ഈ അരി കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് പോഷകാഹാരം വേണം, പാല് വേണം, മുട്ട വേണം, അതുപോലെ ബിസ്ക്കറ്റ് വേണം. ഒക്കെ പോട്ടെ, ഇവിടെ ഗർഭിണികളുണ്ട്, രോഗികളുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, അതുപോലെ ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട്. ഇവർക്ക് ചികിത്സ വേണ്ടേ? അതിന് പണം വേണ്ടേ? അപ്പോ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. ജനങ്ങൾ വീട്ടിലിരിക്കാൻ പറഞ്ഞു. നിങ്ങൾ 35 കിലോ അരി കൊടുത്താൽ ക്യാൻസറിന് ചികിത്സിക്കാൻ അരി കൊണ്ട് പറ്റൂ? അപ്പോ കഴിഞ്ഞ 100 ദിവസക്കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, യാതനകൾ. പിന്നെ ഒരു കാര്യം, ഇവര് പറഞ്ഞല്ലോ, ഇവര് പത്രത്തിൽ അനൗൺസ് ചെയ്തു, ഞങ്ങളൊരു സന്നദ്ധ സേന ഉണ്ടാക്കും. Kerala.Sannatha.Kerala Government.in ഞങ്ങൾ സന്നദ്ധ സേനയിൽ ആളുകളെ ട്രെയിൻ ചെയ്യും. അവർക്ക് ഞങ്ങൾ മാസ്ക് കൊടുക്കും, സാനിറ്റേഷൻ പഠിപ്പിക്കും, അവരെ സാമൂഹ്യകലം പഠിപ്പിക്കും. ഞങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്തു. ഞാൻ എൻ്റെ കണ്ണൂർ ജില്ലയിലെ, കാസർഗോഡ് ജില്ലയിലെ അനുഭവം പറയാം. പയ്യന്നൂർ 200 സേനാംഗങ്ങളെ തെരഞ്ഞെടുത്തു. സന്നദ്ധ സേന 196 മാർക്സിസ്റ്റ് പാർട്ടി, 4 കോൺഗ്രസ്. ഇതാണോ നീതി? മതിയായ സമയമായി എന്നുള്ളതാണ് എന്റെ വിശ്വാസം. മാർക്സിസ്റ്റ് വൽക്കരിച്ചു. അതുപോലെ ഒരു കാര്യം കൂടെ, പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കാൻ കിച്ചൺ ഉണ്ടാക്കി. ആ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാരും പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് കിച്ചണാ. ഇതാണോ ജനകീയ പ്രവർത്തനം? ഇതാണോ ഗവൺമെന്റ് നേട്ടം?